ഹലോ ഗൈസ്, ദിസ് ഈസ് പ്രകാശൻ. വെൽക്കം ബാക്ക് ടു ഫിയർ ഫാക്ടർ. ഫിയർ ഫാക്ടറിന്റെ 10ാമത്തെ എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരു നാടിനെ മൊത്തം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന കവടിയാർ മഠത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതെ, കവടിയാർ മഠം. ചോരയുടെ മണമുള്ള ഒരുപാട് പഴങ്കഥകൾ കുടിയിരിക്കുന്ന ഈ വീട് ഇന്നും എടാ കുറച്ച് സൂം ചെയ്തിട്ടൊക്കെ എടുക്ക്. ആ ഭീകരത കണ്ട് പോരട്ടുണ്ട്. കഴിവ് തെളിയിക്കും നീ. ഇതിൽ ഇത്രയൊക്കെ കിട്ടും. നീ ഇങ്ങോട്ട് മാറി. അയ്യോ എന്തോ കാണിക്കണേ മൂത്രം ഇങ്ങോട്ട്. അയ്യോ ചേട്ടാ, കണ്ടില്ല. എന്ത് കണ്ടില്ല? ഫിയർ ഫാക്ടറി എന്ന് പറഞ്ഞ യൂട്യൂബിൽ ചെറിയൊരു പരിപാടിയാണ്. എന്ത് യൂട്യൂബ്? ഈ ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ. അല്ല, ഗോസ്റ്റിന്റെ അല്ല, ഞങ്ങളിങ്ങനെ ചെറിയ കഥകൾ. അങ്ങനെയല്ല. അല്ല, നാട്ടുകാർ മൊത്തം പറയണ്ടല്ലോ ഇവിടെ പ്രേതത്തിന്റെ ചെറിയ ശല്യം ഉണ്ടെന്ന്. എടാ ഞാൻ നാട്ടുകാരനാ. ഞങ്ങളത് എന്ത് പറയാ? ഹലോ, അയ്യോ ഏട്ടാ, അങ്ങനെ പറയരുത്. ചെറുതായിട്ട് എന്തെങ്കിലും ആ പറഞ്ഞോളൂ. 550. ആ അന്ന് ലേറ്റ് വേണം. അതിന്റെ ഇടയിൽ നൈസായിട്ട് സ്കിപ്പ് അടിച്ചു. വന്നല്ലടാ. അതെന്താ കേസ്? ആ മുതലിനോട് തുകയല്ലേ എന്റെ ഒരു 500 രൂപ അക്കൗണ്ടിലായിരിക്കും. കിട്ടാമുള്ളന്നൊക്കെ അറിയാം. 500? ഒരു 10-100 കൊടുത്ത പോരാന്നില്ലടാ. ഏത് നേരത്താണാവോ? എടാ വേറൊരു സംഭവം ഉണ്ട്. അയാളെ വിളിച്ച്. എന്തുടായ്പ്? എടാ നമ്മൾ ചെയ്യണ പരിപാടി തന്നെ. ഉടായ്പ തന്നെ. നീ എങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ പ്രകാശ? നമുക്കൊന്ന് അയാളെ പോയി കണ്ടല്ലോ. ഞാനൊന്നുമില്ല, ഇതൊന്നും നടപടിയാവില്ല. എടാ എന്തൊരു പരിപാടി പ്ലാൻ ചെയ്താലും അതെങ്ങനെ നടക്കാതിരിക്കാന്നല്ലോ നീ ചെയ്തത്. ഒന്ന് പോസിറ്റീവ് ആവ്. ഇതായാലും വിളിക്കുന്നുണ്ട്. ആ സാറേ, അതാ ഇവിടെ ബ്ലൂ ഷർട്ട്. ആ ഒരുപാട് സമയമായോ വന്നിട്ട്? ബുദ്ധിമുട്ടായി? ഇല്ലല്ല, ഇപ്പൊ വന്നേള്ളൂ. പേരൊക്കെ എങ്ങനെയായിരുന്നു? നകുലൻ. പ്രകാശൻ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാം. അതാ കടയിൽ നല്ല കിടക്കാച്ചി സാർ ഇവിടെ ഓക്കെ അല്ലേ? നമുക്കിവിടെ സംസാരിക്കാം. ആ ഓക്കെ. സംഗതി നിങ്ങൾക്ക് എത്രത്തോളം റീച്ച് കിട്ടുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു വലിയ ഹെൽപ്പാവും. ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. നമുക്ക് ആയിരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു പഴയ തറവാടാണ്. പേഴ്സണലി എനിക്കൊരുപാട് സെന്റിമെന്റ്സ് ഒക്കെ ഉള്ളൊരു പഴയ ബംഗ്ലാവാണ്. അപ്പച്ചന്റെ അപ്പാപ്പൻ തൊട്ടേ കൈവശമുള്ളതാ. ഒരു 150 വർഷമൊക്കെ പഴക്കം വരും. ഈ പാർട്ടീഷന്റെ ഭാഗമായിട്ട് വീട് കുറച്ചു കാലം കേസിലായിരുന്നു. ഇപ്പോ കോർട്ട് ഓർഡർ വന്നിരിക്കുന്നത് ലേലത്തിലിടാൻ. ആരെങ്കിലും അത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അവരത് പൊളിച്ചു കളയും. ഈ ഒരവസ്ഥയിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഒരു വലിയ തുക വേണം. കുറച്ചു കാലത്തേക്ക് വിൽപ്പന എന്ന് നീട്ടിക്കിട്ടണം. അതിന് നിങ്ങളുടെ ഒരു ഹെൽപ്പ്. അല്ല, ഞങ്ങളെങ്ങനെയാണ് സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ആ വീടാരും വാങ്ങരുത്. നിങ്ങൾ ആ വീടിനെ ചുറ്റിപ്പറ്റിയൊരു സ്റ്റോറി ചെയ്യണം. വല്ല യക്ഷിയോ പ്രേതോ എന്നൊക്കെ ഉണ്ടെന്നുള്ള പോലെ. അതിപ്പോ ഞങ്ങള് വീഡിയോ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പേരിനെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രേത കഥകൾ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്താ ആളുകൾ വിശ്വസിക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടല്ലേ, കെട്ടുകഥകൾക്കൊന്നും ഒരു പഞ്ഞുമല്ല. അല്ല, ഇതിപ്പോ കോടതിയൊക്കെ ഇടപെട്ട ഇഷ്യൂ ആയോണ്ടേ അതിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്രോബ്ലം ഇല്ലേ? അതിന് അങ്ങോട്ടങ്ങനെ ആരും വരാറൊന്നുമില്ല. കുറച്ച് ഉള്ളിലേക്കാണ് ഈ സ്ഥലം. ഓ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോ ഒരു 50,000 അഡ്വാൻസ് ആയിട്ട് ചെയ്തേക്കാം. ബാക്കി വീഡിയോ ചെയ്തതിന് ശേഷം സെറ്റിൽ ചെയ്യാം. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, ആലോചിച്ചിട്ട് വിളി. അയ്യോ അങ്ങനെയല്ല, അതിപ്പോ ആലോചിക്കും. ഒരു മിനിറ്റ്. എന്താ ആലോചിക്കലാണ്? 50,000 രൂപയാണ്. ഓക്കെ പറ. എടാ ഒന്നുമില്ലടാ, ഞാൻ വെറുതെ ആലോചിച്ചാണ്. സംഭവത്ര ക്യാഷൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമെന്നാണ്. എന്ത് പ്രോബ്ലം ഉണ്ടാവാനാണ്? ഇയാളോട് എന്താ പറയാൻ പോണു? ഓക്കെ പറ. എന്നാലും എങ്ങനെയാണ് ഇല്ലാത്തൊരു സാധനം? അയ്യടാ, ഇതുവരെ ചെയ്ത വീട്ടിലൊക്കെ പിന്നെ ഡ്രാക്കുള്ള കുഞ്ഞുങ്ങളായിരുന്നല്ലോ.
ഞാൻ ആദ്യമായിട്ടാണ് വേദനിക്കുന്ന ഒരു കോടീശ്വരനെ കാണുന്നത്. പൊന്നു മോനെ, തൽക്കാലം പിടിച്ചിക്കാൻ ഇത് മതി. ഓക്കെ അടിക്കാല്ലേ? പിന്നല്ലാതെ ഇല്ലെങ്കിൽ പണിറിയാവുന്ന പിള്ളേർ ഇത് വേറെ ഒന്ന് ചെയ്യും, അത്ര തന്നെ. ആ സാറേ, സാർ ഇങ്ങനെ ഇമോഷണലായിട്ടൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ചെയ്യാം. ഓ സന്തോഷായി. ഞാൻ സത്യം പറഞ്ഞ നല്ല ടെൻഷനിലായിരുന്നു. എങ്ങനെയാ നിങ്ങളോട് ഇതൊക്കെ പറയാന്ന് വിചാരിച്ചു. ഒന്നും കുഴപ്പമില്ല. ഇഷ്യൂല്ല സാറേ, എല്ലാവർക്കും കാണില്ലേ പേഴ്സണൽ സെന്റിമെന്റ്സ്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? അതെ. നകുലന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ. അഡ്വാൻസ് ഇട്ടേക്ക്. ഓ ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് തങ്ങാനുള്ള വീടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള വീടിന്റെ അഡ്രസ്സും താമസിക്കാനുള്ള വീടിന്റെ അഡ്രസ്സും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ശരി, കാണാം. ഓക്കെ വരട്ടെ. കിടിലൻ ലൊക്കേഷനാണ്. ഒരു ഹെലി ഷോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളിക്കും. ഷൂട്ട് ചെയ്യേണ്ട വീട് തല്ലടാ. എന്തായാലും നമ്മൾ ഹെവി വീട് കണ്ടു കഴിഞ്ഞാൽ അപ്പ ഹെലി വർത്തു. ഇത് ശരിക്കും ആരുടെ വീടാണ്? ഏതൊരു ജയേഷിന്റെ, ആ ഡെന്നിസ് സാറിന്റെ ഫ്രണ്ടാ. ആളില്ലേ? ഒന്നുകൂടെ അടിച്ചു നോക്ക്. വലിയ വീടല്ലേ, നടന്നെത്താൻ ടൈം എടുക്കും. ചില ഫോട്ടോ വിളിച്ച് വരികയായിരിക്കും. ആരാ? ഞങ്ങളിവിടെ ജയേഷ് പറഞ്ഞിട്ട് താമസിക്കാൻ. ഓ മനസ്സിലായി. അപ്പുറത്ത് കൂടെ വരൂ, വാതില് തുറക്കാം. ഓക്കെ. നമ്മളിവിടെ എത്ര ദിവസം ഉണ്ടാവും? എന്തേ? ഞാൻ ചിലപ്പോ ഇവിടെ സ്ഥിരാക്കൂട്ടോ. നിന്റെ വൃത്തികെട്ട സ്വഭാവം എടുക്കല്ലേ പ്ലീസ്. ഡീസന്റ് ആവും, വന്ന പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. നടക്ക്. ഇവിടെ വേറെ ആരുമില്ലേ? അച്ഛമ്മയുണ്ട്, പിന്നെ ഞാനും. ഓ, ഇവിടെ ഒറ്റയ്ക്കാണല്ലേ? അല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. കിട്ടിയില്ലേ? ഈ വരകണ് അങ്ങോട്ട് മാറ്. രണ്ടുപേർക്കും കൂടെ ഒരു റൂം പോരെ? അതൊക്കെ മതി. ഇല്ലെങ്കിൽ പറഞ്ഞാ മതി, ഇവിടെ നിറച്ച് മുറികളാ. സൗകര്യം പോലെ ആവാം. അത് കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. നല്ല പഴക്കമുണ്ടല്ലേ വീടിനൊക്കെ. എനിക്ക് ഈ ടൈപ്പ് വീടൊക്കെ ഭയങ്കര ഇഷ്ടാ. കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടാണ് ദൂരം ഒന്ന് പണിയാൻ. നിന്നെ കൊണ്ടാകുമ്പോ പറ്റും. അതാകുമ്പോ വീഡിയോ ചെയ്യാൻ വേറെ വീട് നോക്കണ്ടല്ലോ. അയ്യോ തുറക്കരുത്. അതാരും തുറക്കാറില്ല. ഇതിനകത്ത് വല്ല പ്രേതമുണ്ടോ? ഉണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. പണ്ടൊരു പെൺകുട്ടി ഇതിനകത്തിട്ട് കൊന്നിട്ടുണ്ട്. ബലി കൊടുത്താന്നൊക്കെ പറയുന്നത്. ഓ, അന്നടച്ചിട്ടാണോ? വിവരക്കേട് പറയില്ലടോ. അതൊന്നും അറിയില്ല. തുറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, തുറക്കാറില്ല. ഒരു വിശ്വാസമല്ല. അങ്ങനെ അല്ല, നിങ്ങൾ ശരിക്കും എന്താ പരിപാടി? ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറികൾ ചെയ്യുന്നുണ്ട്. 10 ഏക്കറും ബംഗ്ലാവ് ഉള്ള പോലെ പറഞ്ഞു. നാട്ടിലൂടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ യൂട്യൂബ് ചാനലുണ്ട്. കുഴപ്പമില്ല. ശരി. ഓക്കെ, ഞങ്ങൾ നാളെ ലൊക്കേഷനിൽ എത്തിയിട്ട് വിളിക്കാം. ഓക്കെ. കുട്ടി കൊള്ളാല്ലേ മിസ്റ്റർ പ്രകാശ്? അതെ, എന്റെ സങ്കല്പത്തിലെ എല്ലാ ഗുണങ്ങളും ഉള്ള അതേ പെൺകുട്ടി. ഞാൻ വന്നു കയറിയപ്പോഴും പറഞ്ഞില്ലേ? ഒന്ന് പോടെ അവന്റെ സങ്കല്പം. അന്ന് പാലക്കാട് പ്രോഗ്രാമിന് പോയപ്പോ അവിടെ കണ്ട പെൺകുട്ടി നിന്റെ സങ്കല്പമായിരുന്നല്ലോ. അവന്റെ ഒരു ആരന്തമ്പരാന്റെ മൂട്ടി. സകല പെൺകുട്ടികൾ അവന്റെ സങ്കല്പ. ഇതാണ് മോനെ റിയൽ സങ്കല്പം. നീ വല്ലാതെ റിയലിസ്റ്റിക് ആവണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്കിഷ്ടായി. നമ്മളൊന്ന് നോക്കിയാ പ്രശ്നം, വല്ലതും പറഞ്ഞാ പ്രശ്നം. ബലരാമൻ എന്ത് നെറുകേട് പോവാലോ. ആയിക്കോട്ടെ. ചിലവരുടെ നോട്ടിൽ നിന്ന് നമുക്കൊരു സ്പാർക്ക് കിട്ടും. ആ കുട്ടി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടി. അതെനിക്കും ഫീൽ ചെയ്തു. നിന്നെ നോക്കിയപ്പോഴേ അവൾക്കൊരു പുച്ഛഭാവമായിരുന്നു. അവളാ മുറി തുറക്കരുതെന്ന് പറഞ്ഞപ്പോ നീ ഞെട്ടാൻ ഞാൻ. മോനെ പ്രകാശ, കണ്ട കാലത്തിന്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ടുള്ള പ്രേതബാധയുള്ള വീടുകളുടെ കഥ കേട്ട നീ മുള്ളു. സെമിത്തേരിയിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി മുഴുവൻ കിടന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ. എന്നെയാണ്
ആ കുട്ടി തുറക്കണ്ട പറഞ്ഞു, ഞാൻ തുറന്നില്ല. അവരുടെ വിശ്വാസമല്ലേ, നമ്മളെന്തിനാണ് വെറുതെ അതിൽ കയറി ഇടപെടുന്നത് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. വിശ്വാസത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കിളി പോയത് ഞാൻ ശ്രദ്ധിച്ചു. ഓ പിന്നെ പോടാ, എനിക്ക് അതിലൊരു വിശ്വാസമില്ല, അവിടെ ഒരു കോപ്പുമില്ല. ചിലപ്പോ നിന്റെ വീഡിയോകൾ കണ്ടു കാണൂടാ, അവള് നിന്നെ ആക്കിയതാവും. ഏയ് അങ്ങനെയാണെങ്കിൽ ഒന്ന് കയറണല്ലോ. കാരണം എന്നാ എത്ര വലിയ പൂട്ടും നിനക്ക് വേണ്ടി പ്രകാശം തുറക്കും. അവളെ നീ എടുത്തോ, കൊണ്ടുപോയി വളർത്ത. എൻജോയ്. എന്റെ വീഡിയോ ഞാൻ അവിടെ നോക്കിയതാണ്. എന്തായാലും തുറക്കാം.
വാതിൽ തുറക്കടാ. നകുല വാതിൽ തുറക്കടാ. നകുല വാതിൽ തുറക്ക്. എന്താ അതിനകത്ത് പരിപാടി? തുറക്കടാ, വാതിൽ തുറക്കടാ. നകുലടാ വാതിൽ തുറക്ക്. ഇതെവിടെ? ഞാൻ ചുമ്മാ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. എടാ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ജയേഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? എടാ എനിക്കൊരു ഡൗട്ട്, നമ്മളൊന്ന് വീട് മാറിപ്പോയോ? എന്ത്? എടാ ഞാൻ വഴി ചോദിച്ചപ്പോഴേ താമസിക്കേണ്ട വീടും ഷൂട്ട് ചെയ്യേണ്ട വീടും മാറിപ്പോയോ എന്നൊരു. അവനെന്താ പറഞ്ഞു? അത് തന്നെ എടാ, നമ്മളാ വീട്ടിലെത്തിയിട്ടില്ലാന്ന്. എടാ അപ്പ ഈ നിൽക്കുന്നത് നമ്മുടെ പ്രേതങ്ങളാണോ? അതല്ലടാ, അവൻ പറഞ്ഞത് അവൻ തന്ന അഡ്രസ്സിൽ നമ്മൾ എത്തിയിട്ടില്ലാന്ന്. ഇവിടെ എന്തൊക്കെയാ കുഴപ്പങ്ങളുണ്ടാ? നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാം. എന്തു പറ്റി? നീ എങ്ങനെ അകത്ത് കയറി? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്ക് ചെറുതായിട്ട് വീട് മാറിയെന്നൊരു സംശയം. സംശയമല്ല, സത്യമാണ്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ തന്നെയായിരുന്നു വരേണ്ടത്. ഇറങ്ങ്. ഇതെന്തോ ഉടായിപ്പാണ്. നീ ആ ഡെന്നി സാറിനെ ഒന്ന് വിളിച്ചേ. എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ഇത്രയും കാലത്തെ യുക്തിയും ബുദ്ധിയും എല്ലാം വെല്ലുവിളിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശ്വസിച്ചേ മതിയാവൂ, 15 വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിനകത്ത് മരിച്ചു വീണ ഒരാളോടാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊന്നും പോസിബിൾ അല്ല. ഞാൻ വിശ്വസിക്കില്ല. ഇത് അയാളും നീയും തമ്മിലുള്ള എന്തോ പ്ലാനാണ്. നകുലിന് വിശ്വാസമാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ കണ്ട സ്വപ്നത്തിലെ കഥ പറഞ്ഞു തന്നാൽ മതിയോ? ഞാൻ കണ്ട സ്വപ്നം നിനക്ക് പ്രകാശിന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഡെന്നിസ് പറയാത്ത ഒരുപാട് കഥകളുണ്ട്. അതിലൊന്നാണ് ആ സ്വപ്നവും. അവിടെ ആ ചെകുത്താൻ തലയർത്ത് കൊന്നത് എൻ്റെ അനിയത്തിയെ. പേടിക്കണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോവാം. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ എനിക്ക് പറയാനുള്ള കൂടി കേൾക്കണം. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ സഹായിക്കാനാവും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ വീട്ടിലൊരു പ്രേതം ഉണ്ടെന്ന് പറഞ്ഞൊരു ഫേക്ക് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടത്. ഇതിപ്പോ ശരിക്കും ഒരു പ്രേതമുള്ള സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും അയാൾ ആരാണ്? ഇവള് ശരിക്കും പ്രേതാണോ? എന്നിട്ടാണോ നീ ഇവളോട് വിശേഷം പറഞ്ഞേക്കണ്? കൂടി രക്ഷപ്പെടാൻ നോക്കണ പുല്ലേ. എന്തിനാ രക്ഷപ്പെടുന്നത്? ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്റെ പൊന്നി ചേച്ചി, ഞാനിവനെ പോലെയല്ല. ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്ലാനുള്ള ആളാണ്. എന്നെ മാത്രം ഒന്ന് പുറത്തേക്ക് വിടുവോ? നീ എവിടെ പോകണില്ല, അവിടെ നിൽക്ക്. നിന്റെ അനിയത്തി അവരെന്തിനാ കൊന്നത്? ഞങ്ങൾ എന്തിനാ അയാൾ ഇങ്ങോട്ട് അയച്ചത്? നീ എന്താ ഇവിടെ? പറയാം. ഞാനും ജെസ്സിയും വളരെ അടുത്ത കൂട്ടുകാർ കൂടിയായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയാത്ത രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൾ കൽക്കട്ടയിൽ നിന്ന് വെക്കേഷന് വന്ന ദിവസം അവൾ എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നി. എന്റെ ചേച്ചി, കുറച്ചു നേരമായിട്ട് നിനക്ക് എന്താ പറ്റി? നീ ഇവിടെ ഒന്നും അല്ലല്ലോ. ഒന്നുമില്ല ചേച്ചി, ഒരു സുഖമില്ല. അത് മനസ്സിലായി, ഒന്നുമില്ലാന്ന്. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഞാൻ പോവാം. നിക്ക്. എന്താ കാര്യം? കർത്താവേ, ഇതെന്താ ഇടിവെട്ടാ? ഒന്ന് അടങ്ങിയിരിക്കാന്നാ. ഞാൻ പറയട്ടെ. എന്ത്? നീ നല്ല അസല് പ്രേമത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. നീ വല്ല ജോത്സ്യം പഠിച്ചിട്ടുണ്ടോ? നിന്റെ കാര്യത്തിൽ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? എന്നാ അതന്നെയാണ്, അങ്ങനെ ഒരാളുണ്ട്. കൂടെ പഠിക്കുന്നതാ? അല്ല, കൽക്കട്ട വെച്ച് പരിചയപ്പെട്ടതാണ്.
ആളൊരു ആർട്ടിസ്റ്റാണ്, പേര് ജൂഡ്. ഉം. അടിപൊളി. എന്നാലും നീ ഇത് എന്നോട് പറയാഞ്ഞത് മഹാമോശമായി. നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ആ ഉണ്ട്, പക്ഷെ ഇപ്പൊന്നും പറയുന്നില്ല. പണി ഞാൻ തരുന്നുണ്ട്. എടി, ഇത് നീ വിചാരിക്കുന്ന പോലെ അധികം കാലമൊന്നും ആയിട്ടില്ല. കഴിഞ്ഞ തവണ ഇവിടെ വന്ന് പോയ ശേഷം പരിചയപ്പെട്ടതാ. ഇവിടെ വന്നപ്പോൾ അത് പറയാനുള്ളൊരു മൂഡിലല്ലായിരുന്നു. ഞാൻ കുറച്ച് കൺഫ്യൂഷനിലാണ്. അതെനിക്ക് തോന്നി. നീ എന്തിനാ ഈ പാതിരാത്രി ബാൽക്കണിയിൽ വന്ന് നഖം കടിക്കണെന്ന്. അത് പിന്നെ ജൂഡിന്റെ പപ്പയ്ക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. തീരെ വയ്യാതിരിക്കുന്ന ആളാ. ജൂഡ് ഞങ്ങളുടെ റിലേഷനൊക്കെ വീട്ടിൽ പറഞ്ഞിരുന്നു. ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ ഞാനിവിടെ വരുന്നതിന്റെ 2 ദിവസം മുന്നെയാണ് അവർ ഓക്കെ പറഞ്ഞത്. പുള്ളി അതിന്റെ ഭയങ്കര സന്തോഷത്തിലാ. ഓ, ആ ലെവൽ വരെയൊക്കെ എത്തിയോ? എന്നാ പിന്നെ പോയി പുള്ളിക്കാരന്റെ പപ്പയൊന്ന് കണ്ടിട്ട് വാ. ആ, അതാണ് പ്രശ്നം. ആളുടെ വീടിവിടെ അടുത്തൊന്നും അല്ല. ആര്യപ്പാറന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്. ഒരു 7-8 മണിക്കൂർ യാത്രയുണ്ട്. ജൂഡ് നാളെ പുലർച്ചെ കാറുമായിട്ട് വരാന്നാ പറഞ്ഞത്. പോയാ ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റൂ. ഓ, എന്നിട്ട് നീ എന്താ തീരുമാനിച്ച? ഞാൻ എന്ത് ചെയ്യണ്ടേ, നീ പറ. തൽക്കാലം നാളെ പോയിട്ട് വാ. ബാക്കിയൊക്കെ വന്നിട്ട് ശരിയാക്കാം. ഹാപ്പി ആയില്ലേ? ഞാൻ വന്നിട്ട് കഴിക്കാം. അന്ന് പുലർച്ചെ ജൂഡ് കാറുമായിട്ട് വന്നു. ഞാൻ കൊടുത്ത ധൈര്യത്തിൽ അവൾ അയാൾക്കൊപ്പം പോയി. പക്ഷേ പിറ്റേന്ന് പറഞ്ഞ സമയത്ത് അവൾ തിരിച്ചെത്തിയില്ല. പിന്നീട് ഒരിക്കലും. നാല് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പ പോലീസിൽ പറഞ്ഞു. ജെസ്സി പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങളെ എനിക്ക് ജൂഡിനെ പറ്റി അറിയാമായിരുന്നുള്ളൂ. വീട്ടുകാരോടെല്ലാം ഇത്രയും ദിവസം മറച്ചു വെച്ചതുകൊണ്ട് എനിക്കിതൊക്കെ തുറന്നു പറയാൻ പേടിയായിരുന്നു. ഫാദർ, ഞാൻ അന്ന. ഈ ബുക്ക് ഇവിടുത്തെ ലൈബ്രറിയിലാണ് തോന്നുന്നു. ഇത് എടുത്തു തരണമെങ്കിൽ ആളുടെ അഡ്രസ്സ് ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നു. ഈ ബുക്ക് എടുത്താരാണെന്ന് അറിയാൻ എനിക്ക് രജിസ്റ്റർ വെക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് ജൂഡിന് കൊടുത്ത ബുക്കാണ്. ഇതെങ്ങനെ തനിക്ക് കിട്ടി? ഫാദറിന് ജൂഡിനെ അറിയോ? പിന്നല്ലാതെ. ജൂഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ അവനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഫാദർ, ഇതിന്റെ സിസ്റ്ററിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ബുക്കാ. കുറച്ച് ദിവസം മുന്നേ അവള് ജൂഡിനൊപ്പം ആര്യപ്പാറയിലേക്ക് വന്നിരുന്നു. ഒരു ദിവസത്തേക്കാ വന്നത്. ഇപ്പൊ ഒരാഴ്ചയായി. ഇവിടുത്തെ വേറെ അഡ്രസ്സൊന്നുമില്ല. ഈ ബുക്ക് മാത്രമേ ഉള്ളൂ ഒരു അഡ്രസ്സായിട്ട്. കുട്ടി എന്തായി പറയുന്നത്? ജൂഡ് നാട്ടിൽ വന്നിട്ടില്ല. എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് അറിയും. പിന്നെ അവനോട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ പോവുകയില്ല. പക്ഷെ ഫാദർ, അവൾ അയാളുടെ കൂടെ ഇങ്ങോട്ട് തന്നെ വന്നത്. അതെനിക്ക് ഉറപ്പാ. അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ജൂഡിന്റെ ഫാദറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവരിങ്ങോട്ട് വന്നത്. അന്നയ്ക്ക് ഉറപ്പാണോ അവരിങ്ങോട്ട് തന്നെയാണ് വന്നതെന്ന്? അതെ ഫാദർ, അവൾക്ക് എന്നോട് നുണ പറയേണ്ട ആവശ്യമില്ല.
ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് അവരുടെ അഡ്രസ്സ് ഒന്ന് തരാവോ? ഓക്കെ, അവർ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അന്ന പറയുന്നത് ശരിയാണെങ്കിൽ എന്നാണ് അവരിങ്ങോട്ട് പുറപ്പെട്ടത്? ഇന്നേക്ക് 6 ദിവസം. എന്താ ഫാദർ, എന്തെങ്കിലും പ്രോബ്ലം? അന്ന അത് പിന്നെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ തോന്നലും ആവും. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫാദർ എന്താ ഉദ്ദേശിക്കുന്നത്? ജൂഡിൻ്റെ കുടുംബം പള്ളിയും സഭയായി നല്ല സഹകരണമൊക്കെ ആണെങ്കിലും എന്തൊക്കെയോ ചില പുകമറകൾ ആ കുടുംബത്തെ ചുറ്റിപ്പറ്റി കേൾക്കുന്നുണ്ട്. അന്ന് ഈ ഡബിൾ വർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എവിടേക്കോ വായിച്ചിട്ടുണ്ട്. ഈ സാത്താനിക്. അതെ, കാര്യസാധ്യത്തിനായി രഹസ്യമായി നീചശക്തികളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ബെഞ്ചമിൻ ഫാമിലിയെക്കുറിച്ച് രഹസ്യമായി അങ്ങനെ ചില സംസാരങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ജൂഡിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനത് ഇതുവരെ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഈ അടുത്ത്, കൃത്യമായിട്ട് പറഞ്ഞ 2 ആഴ്ച മുമ്പ്, ജൂഡിന്റെ ബ്രദർ ഡെന്നിസിന്റെ കൂടെ ഞാനൊരാളെ കണ്ടു. മിസ്റ്റർ ഗബ്രിയൽ. സാത്താന്റെ സേവകരിൽ വളരെ പ്രധാനിയായിട്ടുള്ള ഒരു പുരോഹിതനാണ് അയാൾ. അയാൾ ആയിരപ്പാറയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി. ഈ വിവരമൊന്നും അറിയിക്കാനായി 2 ആഴ്ചയായി ഞാൻ ജൂഡുമായി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫാദർ, അന്നെ ഭയപ്പെടാതിരിക്കൂ. താനിപ്പോ ആ വീട്ടിൽ പോയി അന്വേഷിച്ചാലും അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ സത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. തൽക്കാലം നമുക്ക് ജൂഡ് എവിടെ എത്തിയിട്ടുണ്ടോന്ന് അറിയണം. പക്ഷെ അതൊരിക്കലും ആ വീട്ടിൽ കയറി അന്വേഷിക്കുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യുക? സ്റ്റേഷനിലൊന്ന് പറഞ്ഞാലോ? ആവാം, പക്ഷേ നമ്മുടെ ഊഹങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ഒരുപക്ഷെ അവരോട് വന്നിട്ടില്ലെങ്കിലോ? അതിപ്പോ ഞാൻ എങ്ങനെയാ? അന്ന കഴിയുമെങ്കിൽ ആ വീട്ടിലൊന്ന് കയറണം. പക്ഷേ അതൊരിക്കലും ജെസ്സിയുടെ ചേച്ചി അന്നയായിട്ടാവരുത്. പിന്നെ ജൂഡിന്റെ പപ്പ മിസ്റ്റർ ബെഞ്ചമിൻ കുറച്ചു നാളായിട്ട് വയ്യാതിരിക്കുകയാണ്. അവിടേക്കൊരു ഹോം നേഴ്സിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഇവിടെ കപ്പ്യാർ പറയുന്നത് കേട്ടു. ആ വഴിക്കൊന്ന് അവിടെ കയറി പറ്റാനായാൽ. പുതിയ പേരും വിലാസവുമായി ആ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു തിരിച്ചു കയറാനാവാത്ത ഗുഹയിലേക്കുള്ള യാത്രയാണതെന്ന്. ആരാ? ഞാൻ ഹോം നേഴ്സ്. ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വരൂ. അപ്പച്ചൻ കുറച്ചാളായിട്ട് വീൽ ചെയറിൽ തന്നെയാണ്. വരൂ. അപ്പച്ചനെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്. ആ, എന്താ പേര്? അന്ന. എവിടാ സ്ഥലമൊക്കെ? കോട്ടയത്താ. ഓ, അതിപ്പോ ഒരുപാട് ദൂരാണല്ലോ. പോയി വരാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെ നിന്നോളാ. അതെ, അതായിരിക്കും നല്ലത്. അന്ന ബാഗ് ആ മുറിയിൽ വെച്ചോളൂ. ശരി. ആ വീട്ടിൽ ഓരോരുത്തരെയും ഞാൻ നിരീക്ഷിച്ചു തുടങ്ങി. ജൂഡും ജെസ്സിയും വന്നതിൻ്റെ ഒരു തെളിവും ആദ്യത്തെ 2 ദിവസം കൊണ്ട് കണ്ടെത്താനായില്ലെങ്കിലും ഒരു പേടിപ്പെടുത്തുന്ന നിശബ്ദത ആ വീടിനുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന ചില അടയാളങ്ങളും ഞാൻ അവിടെ കണ്ടു. അന്ന അല്ലേ? ആ. അന്ന ഇതിനു മുന്നേ ആയിരപ്പാറയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. എവിടെയോ കണ്ട പോലെ തോന്നിയതാവും. തോന്നിയതാ.
എന്താ അവിടെ? ഇത് കൊള്ളാലോ. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? പഴയ വീടല്ലേ, നോക്കിയാ എത്തില്ല. കുറച്ചായി അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്. ഇങ്ങ് പോര്. ഇതാരാ അറ്റത്തിരിക്കുന്ന ആള്? അത് ജൂഡ്, ഇവിടത്തെ ഇളയാളാ. കൊൽക്കത്തയിൽ പഠിക്കുക. എന്തായി, കഴിച്ചോ? കുറച്ച്. ജെസ്സി എവിടെ? നീയൊക്കെ കൂടി അവൾ എന്താ ചെയ്ത്? പറ, അവളെവിടെ?
ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവരുത് എന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചതെന്തോ അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇതെന്തുറ്റി ഈ നേരത്ത്? വാ നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. ഇപ്പോഴോ? അയ്യോ എനിക്ക് വയ്യ. എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി തരാം. ഒരു കാര്യമുണ്ട്, വാ പ്ലീസ്. ഷെടാ എനിക്ക് വയ്യ. സത്യോടെ എനിക്ക് പുറത്തു പോവാൻ മൂടില്ല. എന്താണ് ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ കാര്യം? വീട്ടിൽ നിന്ന് അച്ചായൻ വിളിച്ചിരുന്നു, നമ്മുടെ കാര്യത്തിന് ഓക്കെ പറഞ്ഞു. ശരിക്കും? ആ അന്ന് പറഞ്ഞപ്പോ അതൊന്നും നടക്കില്ലെന്നല്ലേ പറഞ്ഞ? ഇപ്പൊ എന്തു പറ്റി? ആ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ സമ്മതിച്ചില്ലായിരുന്നു നീ എന്തു ചെയ്യുമായിരുന്നു? നമ്മുടെ റിലേഷൻ വേണ്ടാന്ന് നോക്കിയോ? അങ്ങനെയല്ല, എന്നാലും എല്ലാവരുടെയും ഇഷ്ടത്തിന് നടക്കുമ്പോ അതല്ലേ ഒരു സന്തോഷം. എന്ത്? നമ്മുടെ കല്യാണം. കല്യാണോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞ് നിന്റെ വീട്ടുകാര് വീണ്ടും പറ്റില്ല എന്ന് പറയും. അപ്പൊ നീ വീണ്ടും ടെൻഷനാവും. കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ. എന്നാ നീ ആലോചി. ഫീലായോ? എന്തിന്? ബാ നമുക്ക് ചായ കുടിക്കാൻ പോവാം. നിനക്ക് മൂടില്ലല്ലോ. എനിക്കിപ്പോ ഭയങ്കര മൂടായി. ഡാ മണ്ട, നിന്റെ വീട്ടുകാർ ഓക്കെ പറഞ്ഞ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ഞാനും ഭയങ്കര ടെൻഷനിലായിരുന്നു. ഹലോ. ഡെന്നിസാണ്. ആ പറ ചായ. ഡാ, പപ്പയ്ക്ക് 2 ദിവസമായിട്ട് വലിയ സുഖമല്ല. നീ എന്നാ വരുന്നത്? പപ്പയ്ക്ക് എന്ത് പറ്റി? ഹോസ്പിറ്റലാ? ഏയ് പേടിക്കാനൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണം. ഓ, എന്നത്തേക്ക് വരാനാവും? ഞാന് നെക്സ്റ്റ് സൺഡേ വരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. വേണമെങ്കിൽ നാളെ തന്നെ വരാ ചായ. ആ ഓക്കെ. വരുമ്പോ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരൂ. പപ്പയ്ക്ക് അവളെ ഒന്ന് കാണണം. പക്ഷെ ചായ അവള് നാട്ടിലേക്ക് ഇന്നലെ പോയി. വരുമ്പോ അതുവഴി പോയി അവളെയും കൂട്ടിയിട്ട് വരൂ. ഓക്കെ ചായ, ഞാൻ വിളിച്ചോളാം. ആ പിന്നെ കൂടെ ആ കുട്ടിയുള്ളത് ആരും അറിയണ്ട. നാട്ടുകാരൊക്കെ ഇപ്പോഴേ കഥ ഉണ്ടാക്കി തുടങ്ങും. ശരി ചായ, ഓക്കെ. വാ കയറുവാ. പാപ്പ എങ്ങനെയുണ്ട്? കാറിന്റെ ശബ്ദം കേട്ടു. ഇതാണല്ലേ നിന്റെ പെണ്ണ്? അതെ. കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ. ഒന്ന് കാണാൻ വേണ്ടി വിളിപ്പിച്ചതാ. അപ്പൊ ഇരിക്കും, ഞങ്ങളൊന്ന് ഫ്രഷ് ആവട്ടെ. വാ. ശരി. ആ ഞാൻ അവൾക്ക് വീടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ശരി ശരി ശരി, ശരി. തന്നെ കാണാം. ഇഷ്ടായോ? സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ അപ്പാപ്പന്റെ പ്ലാനാ. ഇപ്പൊ ഇത്രയും വലിയ വീട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോഴാണ് പാട്. പക്ഷെ ഇത് ശരിക്കും അടിപൊളിയാ. നമുക്കിന്ന് ഇവിടെ കിടക്കാം. ഇവിടെയോ? ഇവിടെ വല്ല പാമ്പുണ്ടോ? നീ ഹാപ്പി അല്ലേ? നീയോ? ഹാപ്പി. അപ്പനോട് പറഞ്ഞിട്ടില്ല, അതിന് ചെറിയൊരു വിഷമം.
അതിൽ വിഷമിക്കൊന്നും വേണ്ട. ഇന്നൊരു ദിവസമല്ലേ ഉള്ളൂ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ ഉച്ചയാകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. പിന്നെ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എല്ലാം ഓക്കെ ആക്കാൻ മതി. മതി. യാത്രയൊക്കെ സുഖമായിരുന്നു? ആ സുഖമായിരുന്നു. മതി, താങ്ക് യു. ജെസി ഇന്ന് എൻ്റെ അടുത്ത് കിടന്നോളൂ. രാത്രി ഒന്ന് എണീക്കണം. വീട്ടിൽ ആദ്യമായി വന്നതല്ലേ, ഒരു പ്രാർത്ഥനയുണ്ട്, അതിൽ കൂടണം. ഇതെന്താ പ്രാർത്ഥനയൊക്കെ? ഇതെന്താ ഈ പ്രാർത്ഥനയുടെ കാര്യം? പ്രാർത്ഥനയുടെ കാര്യം ഞാനും ഇപ്പോഴാണ് അറിയണത്. അപ്പച്ചനൊക്കെ കുറച്ച് പഴയ സെറ്റപ്പാ, കാര്യം കണ്ട. എങ്കിൽ നീയും വാ. ഞാനുണ്ടോ? നീ പോയി കിടന്നോ, രാത്രി എഴുന്നേൽക്കാള. ഏയ്, ഈ ബലി നിനക്കുള്ളതാണ്, അങ്ങയുടെ സൈന്യത്തിലേക്ക് ഒരാൾ കൂടി. വി ബിലീവ് യു ആർ ദി വേ, ദി ട്രൂത്ത് ആൻഡ് ലൈഫ്, നോട്ട് ഹിം. വാ എന്നാ, നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പുറത്തിടക്കാം. ഞാൻ എവിടെ വേണേലും വന്ന് പറയാം, ഇവരെല്ലാരും കൂടിയാണ് ജെസിയെ കൊന്നെന്ന്. വാ അന്ന. എന്നിട്ട് നീ ഇവർക്കൊക്കെ ശിക്ഷ വാങ്ങിക്കൊടുക്കോ? എന്റെ ജെസിയെ കൊന്ന പോലെ ഇവിടുത്തെ നിയമപരൊക്കെ കൊന്നുകളയോ? അതല്ലാണ്ട് എന്ത് ചെയ്യാൻ കഴിയും? എന്റെ അനിയത്തിയെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഇനി അവളെ കൊന്നവരൊക്കെ തീർത്തിട്ട് ഞാൻ ഈ പടി ഇറങ്ങൂ. അതൊന്നും അത്ര എളുപ്പമല്ല അന്ന. ഈ പിശാചിനു വേണ്ടി കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അടിമകളായി അവര് മാറിക്കഴിഞ്ഞു. ഈ കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അവർക്കൊരു മടിയുണ്ടാവില്ല. ഇനി ദൈവത്തിന് മാത്രമേ അവരെന്തേലും ചെയ്യാൻ കഴിയുള്ളൂ. ജെസിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാ അതിനെനിക്ക് മടിയില്ല. നിനക്ക് അവൾ ഇഷ്ടായിരുന്നില്ലേ? നിന്നെ അവൾക്ക് ജീവനായിരുന്നു. അന്ന, ഈ വീട് കത്തിച്ച് കളയാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കൂ എനിക്കറിയില്ല. നീ കൂടെ നിന്നാ മതി. ഓരോന്നോരോന്നായി നമുക്ക് അവസാനിപ്പിക്കാം. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ജെസി ഇനിയില്ല എന്ന സത്യം ആ രാത്രി തന്നെ എനിക്ക് ആ വീട് ചുട്ടരിക്കാൻ തോന്നിച്ചു. പക്ഷേ കെണിയൊരുക്കുമ്പോ ഇരകൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വെക്കരുത് എന്ന ബോധം ഉള്ളിലുണ്ടായിരുന്നു.
കണക്ക് തീർത്തു തുടങ്ങാൻ കൂട്ടത്തിൽ എടുത്തുചാട്ടക്കാരനെ തന്നെ തിരഞ്ഞെടുത്തു, സാമുവൽ. ഇവിടെ എത്തിയത് മുതൽ അയാൾക്ക് എന്നിലുള്ള നോട്ടം മുതലെടുത്താൽ കെണിയിലേക്ക് അവൻ നടന്നെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഹേയ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത്? എന്തെങ്കിലും? പക്ഷേ ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതെന്തിനാ? ഇവിടെ എന്താ കുഴപ്പം? ആരെങ്കിലും കാണുമെന്ന് ഓർത്തിട്ടാണോ? ഞാൻ മുറിയിൽ വരാം, ഡോർ ലോക്ക് ചെയ്യാതിരുന്നാൽ മതി. അതുമാത്രല്ല, ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത്. അവനെന്തിനാ ആ നേരത്തെ കുളക്കടവിൽ പോയത്? അറിയില്ല, പണിക്കാരനെ കണ്ടത്. ആദ്യത്തെ കുറുക്ക് കൃത്യമായി വീണതിൻ്റെ ആശ്വാസം. ഇനിയുള്ള ചുവടുകളിൽ ധൈര്യം തീരുമെന്നെൻ്റെ വിശ്വാസത്തിന് അധിക ആയുസുണ്ടായില്ല. എങ്ങനെയാ ചത്തത്?
കുളത്തിൽ വീണു. കുടിച്ചിട്ടുണ്ടായിരുന്നു. താഴെ എന്നാരും അന്വേഷിക്കണില്ലേ? താൻ സാമുവലിന്റെ ബോഡി കാണുമ്പോ അവിടെ വേറെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഏയ് ഇല്ല. താൻ ആ സമയത്ത് എന്തിനാ അവിടെ പോയത്? ഞാൻ കുളിക്കാനായിട്ട്. എന്താ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. എന്താ ഓർക്കുന്നത്? ഈ സോങ് എന്തൊരു ഫീലാലേ. പോടൂ, ആവുന്നല്ല. നീ വേറെ എന്തോ ആലോചിക്കുകയാണ്. ഏയ് ഒന്നുമില്ല. നമ്മൾ എങ്ങനെയാവും പിരിയാന്ന് ആലോചിക്കായിരുന്നു. എന്തിനാ പിരിയുന്നു? ഒന്നുമില്ല, എന്തോ അങ്ങനെ ഒരു തോന്നൽ. നമ്മൾ ഒന്നിക്കാൻ ചാൻസ് ഇല്ലാത്ത പോലെ. നിനക്ക് ഈ വേണ്ടാത്ത ആലോചനകൾ മാത്രമേ ഉള്ളൂ. എന്തിപ്പം അങ്ങനെ തോന്നേ? എന്റെ വീട്ടിൽ സമ്മതിക്കില്ലാന്ന് വിചാരിച്ചിട്ടാണോ? ഏയ് അതൊന്നല്ല. എനിക്കിതിന് ഭയങ്കര ഇഷ്ടമാണോ. അതിന് ചെറുപ്പം തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നും എനിക്ക് കിട്ടാറില്ല. ഇതും അങ്ങനെ ആവുമെന്നൊരു. ഓ അങ്ങനെ. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പോഴുള്ള ഇഷ്ടം കുറച്ച് കുറച്ചോ. ശ്രമിക്കുന്നുണ്ട്. കൊല്ലിഞ്ഞ് അതല്ലടോ, ചിലപ്പോൾ ഇതെന്റെ ഇതുവരെയുള്ള അനുഭവം കൊണ്ട് തോന്നുന്നതായിരിക്കാം. എനിക്കെന്റെ മമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ പപ്പ ഇതുപോലൊന്നും അല്ലായിരുന്നു പണ്ട്. കിട്ടുന്ന കഷ്ണമൊക്കെ കുടിക്കും. കുടുംബത്തെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നെയും വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ എൻ്റെ മമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അധ്വാനം കൂടുതലുണ്ടായിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടി മമ്മയെ നോക്കാറായപ്പോഴത്തേക്കും അമ്മ പോയി. അതെനിക്കൊരു വലിയ ഷോക്കായിരുന്നു. പിന്നെ അന്നെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചു തന്നത്. ഇപ്പം എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷം തോന്നിയാൽ പോലും ഭയങ്കര പേടിയാ. ഇനി ഇതിലും വലിയ സങ്കടം എന്തെങ്കിലും വരാനാണോ ഇങ്ങനെയെന്ന്. എൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ പേടി വേണ്ട. കാരണം ഇതിനു മുമ്പുള്ള എൻ്റെ ഒരു ഇഷ്ടവും ഇതിലും വലുതായിരുന്നില്ല. ശരിക്കും ഗ്ലാസ്. അന്ന, ഇനിയുള്ള നീക്കങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. ലോക്കയ്ക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവനെങ്ങനെ മനസ്സിലായി? അതറിയില്ല. തോട്ടത്തിലെ ജോലിക്കാരനായിട്ട് സംസാരിക്കുന്നു കേട്ടു. ഞാൻ പുറത്തിറങ്ങാൻ നോക്കേണ്ടത് ലോക്കയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുറത്തു പറയണമെങ്കിൽ അവന് അത്രയും ഉറപ്പുണ്ടാവണം. എന്തായാലും ഇനിയുള്ള പ്ലാനുകളിൽ കൂടുതൽ കരുതൽ വേണം. എന്താണ് അയാൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്നറിയണം. തുടക്കത്തിൽ സംശയത്തിന് നിഴലുണ്ടാവുന്നത് നല്ലതല്ല. ഞാൻ ശ്രമിക്കാം. അന്നിപ്പോൾ പോയിക്കോളൂ.
ലൂക്കയുടെ കൊലപാതകം തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നില്ല. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ മരണത്തിൽ മുളച്ചു നിന്നിരുന്നു. തുടർച്ചയായ 2 മരണങ്ങൾ. കാരണമറിയാത്തൊരു ഭയം ആ വീടിനെ മൂടി നിന്നു. ഫാദർ, ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലാവാം. പക്ഷേ സാമുൽ മരിച്ചു വെറും 4 ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ലോക്കയും. ഒരു ജോലിക്കാരൻ എന്നതിനേക്കാൾ ഈ കുടുംബത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന ആളായിരുന്നു ലോക്ക. സാമൂല് കുളത്തിൽ വീണ് മരിച്ചതും ലൂക്ക കോണിപ്പടിയിൽ നിന്നും കാലുതെറ്റി വീണ് മരിച്ചതും എനിക്കെന്തോ സ്വാഭാവികമായി തോന്നുന്നില്ല ഫാദർ. പ്രത്യേകിച്ച് കോണിപ്പടിയിലെ എണ്ണപ്പാടുകൾ. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫാദർ? നമുക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടാവോ? നമ്മൾ കൊടുത്ത ബലി അവൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ? വിഡ്ഢിത്തം പറയാതിരിക്കെ. ബലി കൊടുത്ത ഒരു ആത്മാവും തിരികെ വരില്ല. നമ്മുടെ കാവൽ മാലാഖയിൽ വിശ്വസിക്കേ. ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നുകിൽ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീടിനെ നാശം വിതയ്ക്കാൻ ആഗ്രഹിച്ച് പതിയിരുന്ന് ചെയ്യുന്നതാവാം. ആര്? ജൂഡുമായി സംസാരിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷെ ഒന്നും തലേ കയറുന്നില്ല. ശരിയാക്കാം. സമയമെടുക്കും. അതുവരെ അയാൾക്ക് നമ്മളോട് പകയുണ്ടാവാം. അതിരിക്കട്ടെ, അയാൾ മുറിയിൽ സുരക്ഷിതനാണോ? അതെ ഫാദർ, അവന്റെ മുറി എപ്പോഴും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ലൂക്കയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. ആരെങ്കിലും പുറത്തുനിന്ന് തുറക്കാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ പുറത്തുനിന്നുള്ളത്? ഇവിടെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീ ഉണ്ട്. അവര് വൈകുന്നേരം പോവും. പിന്നെയുള്ളത് അപ്പനെ നോക്കാൻ വന്ന ഹോം നേഴ്സാ. അവർക്ക് ആർക്കെങ്കിലും ജോഡി വീട്ടിലുള്ള അറിയോ? സാധ്യതയില്ല. ആരും അങ്ങനെ മുകളിലോട്ട് പോവാറില്ല. ഈ വീടിന് പുറത്തുള്ള ഒരാളും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉടനെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറിക്കണം. ആ വീട് മുഴുവൻ ജാഗ്രത കാണിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പതുങ്ങിയിരിക്കുന്ന മരണത്തിന്റെ മണം ഫാദർ ഗബ്രിയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അന്ന, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ ഒരു ഇടം വരെ പോവാണ്. ഒരു പ്രാർത്ഥനയുണ്ട്. അന്നെ ഒന്ന് വീട്ടിലോട്ട് പോക്കോ. വീട്ടിലെ നമ്പർ എന്നാ വിളിപ്പിക്കാം. ശരി. കയ്യിലിനി 2 രാത്രികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തർക്കായി കാത്തിരിക്കാൻ പിന്നെ സമയമുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി ജൂഡുമായി സംസാരിക്കുന്നത് പോലും അപകടമായേക്കാം. അതുകൊണ്ട് ഇനിയുള്ള ഏത് നീക്കവും ഒരു കലാശപ്പോരിനുള്ളതായിരിക്കണം. സംഭവിക്കുന്നത് എന്തെന്ന് ആ വീടോ വീട്ടുകാരോ അറിയും മുമ്പ് എല്ലാവരെയും കൊന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഉറപ്പിച്ചു.
നാനുഘാനുഗ്രഹാത്ഭുതലേ ദേവമർത്യാന്തകൻ ദാരികൻ വാഴ്കയിൽ രുദ്രക്രോധാഗ്നിയ സർവസംഹാരത കാളീ നീ രൂപമായി ദേവാസുര രണാങ്കണേ നിൽപ്പിത രൗദ്രയായി ശൈവാത്മജ തൃശൂലവോ വാളുമായി വാൾ ചുഴറ്റി വേൽ തടുത്തു ഇടിവാൾ ചുഴറ്റി വേൽ തടുത്തു ശതകോടിയസ്ത്രം പെയ്തു വിണ്ണിൽ ശതകോടിയസ്ത്രം പെയ്തു വിണ്ണിൽ ജീവിതത്തിൽ ഒരിക്കലും ആലോചിക്കുക പോലും ചെയ്യാത്ത സാഹചര്യങ്ങളെ നേരിടുമ്പോഴും അതുവരെ ഇല്ലാത്തൊരു ധൈര്യവും ശക്തിയും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം പ്ലാൻ പ്രകാരം നടന്നാൽ എൻ്റെ ജെസ്സിയെ ഒരു ദയയുമില്ലാതെ കൊന്നവരാരും നാളെ സൂര്യോദയം കാണില്ല എന്ന സന്തോഷം അത് മതിയായിരുന്നു എന്തിനും. അവിടെ വെച്ചേക്ക്. പക്ഷേ പഴുതുകളില്ലാത്ത പ്ലാനായിരുന്നു ഞങ്ങളുടേതെന്നത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ ആരാണ് എന്ന ഒറ്റ ഉത്തരം കൊണ്ട് അതുവരെ ആ വീട്ടിൽ നടന്നതെല്ലാം അവർക്ക് പൂരിപ്പിക്കാമായിരുന്നു. നടപ്പിലാക്കാനുള്ള പദ്ധതികളെല്ലാം തുടക്കത്തിൽ ദയനീയമായി തകർന്നതറിയാതെ ഞാൻ അടുത്ത പടി കൂടെ കടന്നു.
എല്ലാത്തിനും അവസാനം വിജയം നന്മയുടെ ഭാഗത്തായിരിക്കുമെന്നത് ഒരു വലിയ തമാശയായിരുന്നു. തോറ്റവർ വീണ്ടും വീണ്ടും തോറ്റുകൊണ്ടേയിരുന്നു. ചെകുത്താന്റെ പടയാളികൾ ശവങ്ങളുടെ എണ്ണം കൂട്ടി വിജയം ആഘോഷിച്ചു. അന്ന പ്ലാനുകളൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ നമ്മളുണ്ടാക്കുന്ന പദ്ധതികളിൽ എപ്പോഴും എതിർ നിൽക്കുന്നവന്റെ ബുദ്ധിക്ക് സ്ഥാനം കുറവായിരിക്കും. അവിടെയാണ് അന്നയ്ക്ക് പിഴച്ചത്. ചെകുത്താന്റെ ദാസന്മാരുടെ മടയിലേക്കാണ് കയറി വരുന്നതെന്ന ബോധ്യം വേണമായിരുന്നു ഈ പടി കയറുമ്പോൾ. അവൻ നയിക്കുന്ന ഞങ്ങളെ തോൽപ്പിക്കാൻ നിന്റെ ദൈവത്തിന് പോലും ഭയമാണ്. നിന്റെ അനുജത്തിപ്പോ നരകത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിലെ മാലാകമാരിൽ ഒരാളായിരിക്കും. അതൊരു ചെറിയ പദവിയല്ല. ഇത്രയും ധീരയായ നീയും അവിടെ ഒരു സ്ഥാനം അർഹിക്കുന്നുണ്ട്, അല്ലേ ഡെനീസ്? ഇന്ന് രാത്രി നീയും നിന്റെ അനിയത്തിയുടെ അടുക്കിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങിക്കോ. ഒരു വെളിച്ചവും ഇനി മുന്നിൽ ബാക്കിയില്ല എന്ന് ഉറപ്പിച്ച നിമിഷങ്ങൾ അവർ എനിക്ക് വേണ്ടി കുരുതിക്കളം ഒരുക്കി കഴിഞ്ഞിരുന്നു. അവളങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അവളെ വിടരുത്. പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും പൂട്ടെ.
വിശന്നു നിൽക്കുന്ന ചെന്നായിക്കൂട്ടത്തിന്റെ കണ്ണ് വെട്ടിച്ച് അധിക നേരം തുടരാനാവില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ചെന്നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പാ അപ്പാ ഇനിയും എത്ര സമയം പിടിച്ചു നിൽക്കാനാവുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ അവസാനത്തെ വേട്ടക്കാരനെയും തീർത്ത് എൻ്റെ ജെസിക്ക് അടുത്തേക്ക് പോകേണ്ടി വന്നാൽ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനമെന്ന് എനിക്ക് അപ്പോൾ തോന്നി. Whispers breathing cold. No, she was never alone. Slaves in search for the dew rights. Froze, they had her sacrificed. I was searching all alone to her lover to behold. Witness the death in their eyes. They are all devils in disguise. I was searching all alone to her lover to behold. Witness the death in their eyes. They are all devils in disguise. Oh, they got me. Yeah, they got me.
and they set me free. They will not breathe. എനിക്കൊന്നും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എടാ, ഈ കുട്ടി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കിതൊന്നും വിശ്വാസമാവണില്ലേ? എടാ, അവളെ വിശ്വാസമില്ല എന്നല്ല, മൊത്തത്തിൽ ഞാൻ ആ റൂമിൽ കണ്ടതും പിന്നെ ഡെന്നീസും പിന്നെ അന്ന പറഞ്ഞ കുറേ കഥകളും എല്ലാം കൂടെ ഒരു... അല്ല, അന്ന പ്രേതാണെങ്കിൽ പിന്നെ ഈ പ്രതികാരം ചെയ്യാനൊക്കെ സിമ്പിളായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഒരു പതിവ്. ഇതിപ്പോ ഞങ്ങളെ കൊണ്ടിപ്പോൾ എന്താ ചെയ്തു തരാൻ കഴിയുക? അതെ, പക്ഷേ എനിക്ക് ഈ വീട് വിട്ട് പുറത്തു പോകാനാവില്ല. കാരണം ജീവിച്ചിരിക്കുന്ന അന്നയേക്കാൾ മരിച്ച അന്നയാണ് അവർ പേടിക്കുന്നത്. ഡെനീസ്, പണത്തിനു വേണ്ടി വീട്ടിലുള്ളവരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഹോം നഴ്സിനെ സ്വയരക്ഷാർത്ഥം വെടിവെച്ചു കൊന്നു. നിയമത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ന്യായം മതിയാവും. പക്ഷെ അവൾ തിരിച്ചു വരും. കനലൊടുങ്ങാത്ത മനസ്സോടെയാണ് അവൾ മരിച്ചു വീണത്. മറവ് ചെയ്ത് 7 ദിവസത്തിനകം അവളുടെ ശരീരം എനിക്ക് കിട്ടണം. അത് കത്തിച്ച് ചാരമാക്കണം. കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. ആ വേലി പൊട്ടിച്ചവൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതാരും തകർക്കാത്തിടത്തോളം പുറത്ത് ഡെന്നീസ് സുരക്ഷിതനായിരിക്കും. ഈ വീടിന്റെ എവിടെയാണ് ആ ചാരമുള്ളത്? അത് കണ്ടെത്തി നശിപ്പിക്കാനായ എനിക്ക് അവരെ ഇല്ലാതാക്കാൻ കഴിയും. അത് സംഭവിക്കാതിരിക്കാനാണ് അയാൾ നിങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. ഓ, അപ്പൊ ആ പുല്ല് നമ്മളെ യൂസ് ചെയ്താണ് ഈ വീടാരും വാങ്ങിച്ച് പൊളിച്ചു കളയാതിരിക്കാൻ. ഇതിപ്പോ എവിടാന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കുക. വ്യക്തമല്ല, പക്ഷെ ഇവിടെ എവിടെയോ ഉണ്ട്. എടാ, ഈ പറഞ്ഞ സാധനം നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മൾ വഴി തെറ്റി ഇവിടെ എത്തിയത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ആ പുല്ലനൊന്നും ജീവിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. വാടാ.
ഇതെവിടെയാന്ന് വല്ല സൂചനയും കിട്ടിയിരുന്നെങ്കിൽ. അനിയത്തി അവരെവിടെയാണ് എന്തെങ്കിലും അറിയോ? ചിലപ്പോ അവിടെ എങ്ങാനും. ഇല്ല ഫാദർ, ഞാൻ എന്റെ പിള്ളേർ അങ്ങോട്ട് വിട്ടിരുന്നു. പക്ഷേ അതാ വീട്ടിലേക്കല്ല. ഉടനെ അവരെ വിളിക്കും. അവരെവിടെയാണെന്നും എന്ത് ചെയ്യാണെന്നും അറിയണം. ഓക്കെ, ശരി ഫാദർ. അവർ ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫാദർ? എനിക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. ഡെലീസ്, നിങ്ങൾ ആ കാർ എടുത്തിട്ട് വാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ശരി ഫാദർ. ഞാനവർക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് ആളെ വിളിച്ചിരുന്നു. പക്ഷെ ആരും ഇവിടെ എത്തിയിട്ടില്ല. അതെ, അവർ ബെഞ്ചമിൻ ബംഗ്ലാവിലുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഡെന്നീസ്,
തിരുരൂപത്തിന് മുറിവേറ്റിരിക്കുന്നു. നമ്മളെ നേരിടാനുള്ള അവളുടെ ശ്രമങ്ങൾക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. Father, we must bring her soul before our Savior. In the name of Satan, the ruler of earth, the king of world, we command the forces of darkness to bestow their infernal power. Hail the Lord. ഈ തിരിച്ചുവരവുകൊണ്ടൊന്നും നമ്മളെ ഇല്ലാതാക്കാൻ അവൾക്ക് കഴിയില്ല. എല്ലാം ഇതുകൊണ്ട് അവസാനിക്കും. ഇതുകൊണ്ട് കഴിയും. ദി ബ്ലേഡ് ഓഫ് ഡെത്ത്, സാത്താന്റെ ഉടവ. ഇതിന്റെ മൂർത്തിയിൽ നിന്നും ഇതുവരെ ഒരു ശക്തിയും രക്ഷപ്പെട്ടിട്ടില്ല. നിനക്കുള്ള സമയം വളരെ പരിമിതമാണ്. ചാപ്റ്റർ 4, ദി ചാപ്റ്റർ ഓഫ് ഡിസ്ട്രക്ഷൻ. ഈ വചനങ്ങൾ അവളുടെ കാതുകളിൽ തുളച്ചു കയറും. പിടിച്ചു നിൽക്കാനാവില്ല അവൾക്ക്. അവൾ ഇവിടെ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും. ഈ അധ്യായം ഞാൻ വായിച്ചു തീരുമ്പോഴേക്കും ഈ വാൾ അവളുടെ ആത്മാവിന് നേരെ വീശണം. We are sending her to the dark eternity. To vanquish enemies. ശരീരം കൊണ്ട് കഴിയാത്തത് ആത്മാവ് കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ദൈവമേ, എന്നെ ഉപേക്ഷിക്കരുതേ.